ജനവിധി എന്ന കൊടുങ്കാറ്റ് LDFന് എതിരായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമടക്കം കൂട്ടമായി തോറ്റുനിൽക്കുന്ന അവസ്ഥ. UDF പ്രമുഖരെല്ലാം ലീഡും ചെയ്യുന്നു. വൻ ആഘോഷമാണ് KPCC ആസ്ഥാനത്ത് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പടിപടിയായി UDFനെ എല്ലാ മേഖലകളിലേക്കും കടന്നെത്തിച്ച് വിശ്വാസ്യത തിരിച്ചുപിടിച്ച് മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന കരുത്തുള്ള മുന്നണിയായി കൊണ്ടുപോയത് ടീം UDF ആണ്. അതിനെ മുന്നിൽ നയിച്ച് ലീഡിംഗ് കഴിയിച്ചതാണ്. നിശ്ചയമായിട്ടും പുറത്തേക്ക് പോവുകയാണ്. ജനങ്ങൾ ഒരു ദുരന്തത്തിന്റെ മുഖത്ത് നിന്ന് അവരെ രക്ഷിച്ച ആളായി പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയായിരുന്നു UDF. 10 വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലൂടെ 101 സീറ്റുകളുടെ നിന്ന വിജയം നേടുമെന്ന സൂചന ഇപ്പോൾ കിട്ടുന്ന ലീഡുകളെ മാറ്റം പറിച്ചിരുന്നതാണ്. പക്ഷേ UDF ഭരണം ഉറപ്പാണ്. ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച 7 സീറ്റിലും ലീഡ് ചെയ്യുന്നു. പാലായിൽ മാണസി ക്ലബിന്റെ ലീഡ് 4269 ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ പേരോട്ടമാണ്. ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായി സുനാമിയാണ്. ഭരണകക്ഷിയായ LDFന്റെ കോട്ടകളിൽ പോലും UDF മുന്നേറുന്ന കാഴ്ച. മുഖ്യമന്ത്രിക്കും LDFനുമെതിരെയുള്ള ശക്തമായ ജനകീയ രോക്ഷമാണ് തുടക്കം മുതൽ ഫലസൂചനകളിൽ കണ്ടിരുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 10 വർഷത്തെ ഭരണത്തിൽ വൻതോതിൽ അണികളടക്കം അസംതൃപ്തരായതിന്റെ നേർക്കാഴ്ചയാവുകയാണ് ജനവിധി. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.